ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മക്കളെല്ലാവരും നോക്കി നിൽക്കുക വൈജയന്തിയുടെ മുഖത്തടിക്കുകയാണ് ഗംഗാധരൻ. വൈജയന്തി ആണെങ്കിൽ വലിയൊരു ഷോക്ക് കിട്ടിയ പോലെ ഇങ്ങനെ ആകെ വിഷമിച്ച് ഗംഗാധരൻ തന്നെ നോക്കിക്കാണ്. ഗംഗാധരൻ പറയുന്നുണ്ട്, അടങ്ങി നിന്നോ നീ. പല തവണ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. എന്നിട്ട് ഒരു പൂട്ടിക്ക് പോലും അടങ്ങാനായിട്ട് അവൾ തയ്യാറല്ല. നിന്റെ ആഗ്രഹ കഥകളൊക്കെ നിന്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ, നിന്റെ മക്കൾ തന്നെ നിന്നെ ഇല്ല ഇവിടെ നിന്ന് ഓടിക്കും. നീ ഈ ആയ കാലത്ത് മതിച്ച് നടന്നവളാണ്, അത് നീ മറക്കണ്ട കേട്ടോ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ബബിതേ രോഹിത്തും കൃഷ്ണമോളൊക്കെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മാലതി പറഞ്ഞു, ഗംഗേട്ടാ എന്തൊക്കെ വിളിച്ച് പറയുന്നത്? പിള്ളേരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ? നിൽക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും അറിയട്ടെ ഇവളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ വൈജയന്തി നോക്കുകയാണ്. വൈജയന്തി ആണെങ്കിൽ ആകെ നാണം കെട്ടും വിഷമിച്ച് തല കുമ്പിട്ട് നിൽക്കുകയാണ്. ഗംഗാധർ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. മാലതിയും പുറകിൽ കൂടെ തന്നെ പോകും കേട്ടോ. പിള്ളേരൊക്കെ അന്തം വിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വൈജയന്തിനെ നോക്കി നിൽക്കും. വൈജയന്തി കുമ്പിട്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അലീന ഇങ്ങനെ ഹോളിൽ തന്നെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കവളൊക്കെ ആകെ ചുവന്ന് തൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗംഗാധരനെയും മാലതിനെ കണ്ട വഴിക്ക് വേഗം തന്നെ പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് വരികയാണ്. എന്നിട്ട് കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഗംഗാധരൻ പറയും, വേണ്ട, കാപ്പി ഒന്നും വേണ്ട, നിന്നെ വൈജ തല്ലിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞൊഴുകാണ്. ഞങ്ങൾക്ക് നിന്നോടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിന് സാരില്ല, ക്ഷമിക്ക് എന്ന് പറയുകയാണേ. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിനക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് ആഗ്രഹം ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാം, അരുത് മോളെ, പോകരുത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിവിടെ നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല, ഞാനിവിടെ നിൽക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അല്ല, അത് നിൻ്റെ തോന്നലാണ്, നീ ഇവിടെ ഇല്ലെങ്കിൽ ഈ കുടുംബം തകരും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറയുകയാണേ. അപ്പോൾ മാലതിയും പറയുന്നുണ്ട്, അതെ, അലീന പോകരുത് എന്ന് പറയുകയാണേ. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗംഗാധരൻ പറയും, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ വീടിനിപ്പോൾ താങ്ങി നിർത്തുന്നത് അലീനയാണ്. അലീന ഇല്ലെങ്കിൽ ഈ വീട് മൊത്തത്തിൽ തകർന്നു പോകും. അലീന പോയി കഴിഞ്ഞ ഉടനടി ഈ വീട് ചിതറി പോകും എന്നൊക്കെ പറയുകയാണേ. ഞങ്ങളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്നറിയാം, നീ മനസ്സിലാക്കിയാൽ മതി. ബാലേന്ദ്രനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നിൻ്റെ ഒരു സഹായമാണ്, അതുകൊണ്ട് നീ അതനുസരിച്ചേ പറ്റൂ, ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, വൈജ പറയുന്നത് എൻ്റെ വില, വൈജ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുല്ല് വില പോലും നീ കൽപ്പിക്കേണ്ട. ബാലേന്ദ്രൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് നീങ്ങിയാൽ മതി. ഈ കുടുംബത്തെ ഇപ്പം നീ താങ്ങി നിർത്തണം, അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ 3-4 ദിവസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്, ഞങ്ങൾക്ക് പോയാൽ മതിയാവും. ഈ ഒരു കാര്യത്തിനും കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുകയാണേ. ഈ വീട് നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നിന്നെ ഈ വീട് ഞങ്ങൾ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം. നിനക്ക് ഞങ്ങൾ അത്രയധികം വില തരുന്നുണ്ട്, വില കൽപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയാണേ. അപ്പോൾ മാലതി വൈജയന്തിരല്ല അലിനെ അടുത്തേക്ക് നീങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഗംഗേട്ടൻ പറയുന്നത് മോൾ അനുസരിക്കണം എന്ന് പറയുകയാണ്. മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചോളാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, പിന്നെ ഞങ്ങൾ നിന്നെ കാണുന്നത് ഒരു അന്യായിട്ടോ സെർവൻ്റായിട്ടോ ഒന്നുമല്ല, ഞങ്ങൾ കാണുന്നത് നിന്നെ വൈജയന്തിൻ്റെ മൂത്ത മകളായിട്ടാണ്. നീ വൈജയന്തിൻ്റെ മൂത്ത മകളാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അലീന ഞെട്ടിപ്പോവുകയാണ്. അതൊരു സത്യമാണെന്നുള്ള കാര്യം ഗംഗാധരനും അറിയാം, അലീനയ്ക്കും അറിയാം. പക്ഷെ അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയേക്കാണ്. അപ്പോൾ മാലതി ഗംഗാധരൻ തന്നെ നോക്കിയേക്കാണ്. അപ്പോൾ ഈ ഒരു വീട് നിന്നെ ഞങ്ങളെ ഏൽപ്പിച്ച് പോവുകയാണ്, നീ ആയിരിക്കണം ഇനി ഈ വീടിന് താങ്ങുന്തണലായിട്ട് നിൽക്കുന്നത്. ബാലേന്ദ്രന് ഇപ്പോൾ കുറച്ച് സപ്പോർട്ട് ആവശ്യമാണ്, നീ വിശ്വസ്തയാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നോട് പറയുന്നത്. വൈജയന്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ബാലേന്ദ്രൻ്റെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലീന ഒന്നും ഞെട്ടൂട്ടോ. അപ്പോൾ അലീന ചോദിക്കും, എന്ത് എന്ന് ചോദിക്കട്ടോ. അതൊന്നും ഇപ്പം പറയാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല, പക്ഷേ അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളിൽ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. അപ്പോൾ അതുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇപ്പോൾ വൈജയന്തിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുകയാണേ. അപ്പോൾ അലീനയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടോ. അങ്ങനെ ഈ കുടുംബം നിന്നെ ഏൽപ്പിച്ച് ഞങ്ങൾ പോകുകയാണ്, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോയത് നേരെ ബാലേന്ദ്രൻ്റെ റൂമിലേക്കാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ കെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഗംഗാധരൻ കയറാനായിട്ട് ഒന്നും മടിക്കുന്നുണ്ട്, പക്ഷേ പിന്നെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്നിട്ട് ബാലേന്ദ്രനോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് പറയണം എന്നറിയാണ്ട് ഗംഗാധരൻ നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്രനെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും കാണാൻ താല്പര്യമില്ല എന്ന് തന്നെ ബാലേന്ദ്രൻ മുഖത്ത് നോക്കി പറയുകയാണേ.
അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ പറയുന്നതൊക്കെ ശരിയാണ്, ബാലേന്ദ്രൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേനും ഗംഗാധരൻ ബാലേന്ദ്രൻ ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് തൂക്കെടുത്തിട്ട് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയുകയാണെ, അടങ്ങി നിന്നോളാൻ പറയും നിങ്ങളുടെ പെങ്ങളോട്, അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. എനിക്ക് അന്ന് അറ്റാക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ പെങ്ങൾ ജീവനോടെ ഉണ്ടായിരിക്കില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ പെങ്ങളെ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണെ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അവളോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവൾ ഒരു തരത്തിലും അടുക്കുന്നില്ല, എങ്കിലും ഞങ്ങൾ ഇനിയും അവളോട് പറഞ്ഞ് മനസ്സിലാക്കി എന്നൊക്കെ ഗംഗാധരൻ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത്, ആകപ്പാടെ വിറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ, ഇനി എന്നെ വന്ന് ചുറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് അറിയാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടോ. എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന്? ബാലേന്ദ്രൻ വിവരങ്ങൾ അറിഞ്ഞതായിട്ടൊന്നും ഞങ്ങൾ അവളോട് സൂചിപ്പിച്ചിട്ടില്ല, എങ്കിലും ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി അവളോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബാലേന്ദ്രൻ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഞാൻ ഒന്നും ആരോടൊരു ശല്യം ചെയ്യാതെ ഈ മൂലക്കിൽ അടങ്ങി നിൽക്കുകയാണ്, പക്ഷേ എന്നെ വന്ന് ചൊറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗാധരൻ അറിയാൻ ബാലേന്ദ്രൻ ഒന്ന് ക്ഷമിക്ക്, ബാലേന്ദ്രൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ ഗംഗാധരൻ ഇങ്ങനെ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ ഒരു തരത്തിൽ ഉപദ്രവിക്കാൻ വരരുതെന്ന് വൈജയന്തി പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അലീനയോടും ഇവിടുന്ന് പോകരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അലീന ആരാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അവൾ ആരും ആയിക്കോട്ടെ, പക്ഷെ അവളാണ് ഈ വീടിന് ഇപ്പോൾ താങ്ങി നിർത്തുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് അവളോട് പോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുകയാണേ. ബാലേന്ദ്രൻ ഒന്ന് അടങ്ങിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ, അവരെന്താണ് പറയുന്നതെന്ന് ഉദ്ദേശിച്ചിട്ട്. പിന്നെ ഗംഗാധരൻ പറയുന്നുണ്ട്, ഇപ്പം ഞങ്ങൾ 3-4 ദിവസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ പോയേ നിവർത്തിയുള്ളൂ, പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഞങ്ങൾ ശരിയാക്കിയിട്ട് പൊക്കോളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പോകുകയാണേ. പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെയും അതുപോലെ ബാബിതനെയും കൃഷ്ണമോളെ അലീനൊക്കെ വിളിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പം മാലതി പറയുന്നുണ്ട്, അങ്കിൾ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വിളിച്ച് നിർത്തിയതെന്ന് പറയാൻ കേട്ടോ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നല്ല പോലെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ബബിത പറയും, അമ്മ പറയുന്നത് ശരിയല്ലേ, ഇവള് വന്നതിന് ശേഷമാണ് ഈ വീട് ഇങ്ങനെയായത്, ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇവള് വന്നതിന് ശേഷമാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയും, ശരിയാണ്, ആയിരിക്കാം, പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഇവള് കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുകയാണെ. അപ്പോൾ ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ ഈ വീട്ടിൽ ഉള്ളവരൊക്കെ എങ്ങനെയാണ് അലീനയോട് പെരുമാറിയിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രോഹിത് തല കുമ്പിട്ട് നിൽക്കുകയാണ്. ഞാൻ കൊല്ലപ്പള്ളിയിലുള്ള ആൾക്കാരോടും ഇവിടെ ഉള്ള ആൾക്കാരോടും എല്ലാവരോടും ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എനിക്ക് ഏകദേശം രൂപങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അലീന വന്നു തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അലീനയാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല, തോന്നാനും പോകുന്നില്ല എന്ന് പറയട്ടോ. പിന്നെ പറയുന്നുണ്ട്, എന്തായാലും അലീന ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും, അലീന ഈ വീട്ടിൽ നിന്ന് എന്തായാലും പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ബബിത ചോദിക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതിപ്പോൾ തൽക്കാലം നിങ്ങളെ അത് ബോധ്യപ്പെടുത്താനോ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ പറ്റൂല. പിന്നെ അച്ഛനെ നിങ്ങൾ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അച്ഛൻ പറയുന്നത് അനുസരിക്കുക, അത്രമാത്രം. പിന്നെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക, അച്ഛനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലരുത്, അച്ഛനോട് തട്ടിക്കയറരുതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്ന് പറയുകയാണേ. അപ്പോൾ പിള്ളേർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അലീന ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം തന്നെയായിരിക്കും നിലനിൽക്കുക, പക്ഷേ അത് മാത്രമല്ല ചിലപ്പോൾ ഈ കുടുംബം അങ്ങനെ തകർന്നു പോയിന്നിരിക്കാം അലീന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. അപ്പോൾ ബബിത ചോദിക്കുന്നത്, അതിൻ്റെ കാരണമാണ് ഞങ്ങൾക്ക് അറിയാത്തതെന്ന് പറയുകയാണേ. നിങ്ങളറിയണ്ട, പക്ഷേ അറിയേണ്ടവരറിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുകയാണേ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഇവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാത്തതാണ് അച്ഛൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, അച്ഛൻ എന്താ ഇവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ സമ്മതിക്കാത്തതെന്ന് പറയുകയാണേ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അങ്ങനെ അലീനനെ പറഞ്ഞയക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും, അലീന പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തകരും, അത് നിങ്ങളുടെ അമ്മയ്ക്ക് മനസ്സിലാവില്ല. പിന്നെ നിങ്ങളുടെ അമ്മ എല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും, നിങ്ങളുടെ അമ്മയ്ക്കും തോന്നുന്നുണ്ടാവും, പക്ഷെ അവള് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഈ വീട്ടിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത്. നിങ്ങളുടെ അച്ഛന് അറ്റാക്ക് വരാനും ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നിങ്ങളുടെ അമ്മ വൈജയന്തി മാത്രമാണ്. എൻ്റെ പെങ്ങളെ എനിക്ക് കുറ്റം പറയണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല, അവളോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എന്ന് ചോദിക്കുകയാണേ.
അപ്പം മാലതി പറയാണ്, ഇത്രയധികം കാര്യങ്ങൾ അങ്കിൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാണ്. അപ്പോൾ രോഹിത് പറയാണ്, ശരി അച്ഛന് ചില രഹസ്യങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ അറിയാമെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, പക്ഷെ അത് അമ്മ അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ രോഹിത്. വേണ്ട, അമ്മ അറിയണ്ട, അമ്മ കാരണമാണ് ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ അമ്മ അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അപ്പോൾ അവരാരൊന്നും ഇടുന്നില്ല. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം ഞങ്ങൾ എന്താണ് അങ്കിളെ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ അച്ഛനെ അനുസരിക്കുക, അച്ഛന് യാതൊരു വിധത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുക. അലീന ഈ കുടുംബത്തിൽ അലീന ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് അവൾ മുന്നോട്ട് പോയിക്കോളും. പിന്നെ അമ്മനെ നിങ്ങൾ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കുക, അച്ഛനെ ഉപദ്രവിക്കാതിരിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക, അച്ഛൻ പറയണത് അനുസരിക്കുക. അത്രയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് ഗംഗാധരൻ മക്കളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനേ. അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് കേട്ടോ, വൈജയന്തിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്നുള്ളത്. അപ്പോഴത്തേക്കും ഗംഗാധരൻ പറയാണ്, അലീനെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് തന്നെ തൊണ്ട വരളുന്നു പറയാണ്. അപ്പോഴേക്കും വേഗം അലീന പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഗംഗാധരന് കൊണ്ടു കൊടുക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.